എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാണാതിരിക്കുന്നത് ആണ് ഉത്തമം. അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളിൽ സർവ്വസാധാരണമായി വരുന്ന ഒരു പ്രശ്നമാണ് പൂച്ചകളുടെ കണ്ണ് ചിലപ്പോഴൊക്കെ അടഞ്ഞിരിക്കും. അതായത് അവർ തുറക്കത്തേയില്ല. അത് നമ്മൾ വിചാരിക്കും, അതായത് പ്രസവിച്ച് 2 ആഴ്ച പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂച്ച കണ്ണ് തുറക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ പൂച്ചകൾ കണ്ണ് തുറക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ 1 മാസം അതല്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷവും ചില പൂച്ചക്കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു കണ്ണ് അവർ നിരന്തരം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ 2 കണ്ണും ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരുടെ കണ്ണിൽ പഴുപ്പ് കെട്ടി വല കെട്ടി നിൽക്കുന്നതായിരിക്കാം. പഴുപ്പ് കെട്ടിയിട്ട് ആ ഒരു വല കെട്ടി നിന്നിട്ട് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മ പൂച്ച പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരത്ത് ഒരു നക്കി തുടച്ച് വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ഇതിൻ്റെ മുഖവും ശരീരഭാഗത്തെ എല്ലാം വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുന്നതിനിടയിൽ ഈ അമ്മയുടെ ഉമിനീരിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും ആസിഡ് പോലുള്ള വസ്തുക്കൾ ഈ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് പകരാം ഈ തുടർച്ച വൃത്തിയാക്കുന്നതിനിടയിൽ. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കണ്ണ് അടയുന്നതും സർവ്വസാധാരണമാണ്. അപ്പം നമ്മളിൽ പലരും ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരും ഹോസ്പിറ്റലിൽ കാണിച്ച് കണ്ണിലൊഴിക്കുന്ന മരുന്നൊക്കെ വാങ്ങി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും കണ്ണിൽ ചുവപ്പോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു 2 ദിവസം നോക്കുക. 2 ദിവസം നോക്കി 2ാമത്തെ ദിവസവും പൂച്ച കണ്ണ് പകുതിയെങ്കിലും തുറന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഡോക്ടറുടെ സേവനം തേടി കണ്ണിൽ മരുന്നൊഴിച്ചു കൊടുക്കുകയോ മറ്റോ ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല. അത് കൈകയറി തട്ടുകയോ അതിന് എന്തെങ്കിലും പ്രശ്നം കുഞ്ഞിൽ നിന്നോ അമ്മയിൽ നിന്നോ ഉണ്ടായതാകാം എന്ന് കരുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അതിൻ്റെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് ആ കണ്ണ് പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും പൂച്ചകളെ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞിന് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞിന് ഇതുപോലെ പ്രശ്നമുണ്ടായി, അപ്പോൾ നമ്മളും ഇങ്ങനെ പരിഭ്രാന്തരായി അതുപോലെ ഡോക്ടറുടെ വിളിച്ചു, ഡോക്ടറുടെ സേവനം തേടി. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ കൈകൾ സ്വന്തമായിട്ട് ചിലപ്പോൾ രോമം, അതല്ല എന്നുണ്ടെങ്കിൽ കൈകൾ, അതല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഉമിനീരിലെ സലൈവ, ഇതെല്ലാം ആ സലൈവയിലെ ചില ആസിഡ്, അതായത് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ മീനൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ആ ഒരു ആസിഡ് വെച്ചിട്ട് തുടയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ പൂച്ചകൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ പൂച്ചകൾക്ക് സ്വാഭാവികമായി കണ്ണിൽ ചുവപ്പോ മറ്റോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ അതിൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ആണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പൂച്ചകളെ വളർത്തുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം വന്ന് എന്ന് വെച്ചിട്ട് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടു നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ കണ്ണ് അതിമനോഹരമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തന്നെ അങ്ങ് മാറുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ 1 ദിവസം നല്ലതായിട്ട് ആ ഒരു കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു. 2ാമത്തെ ദിവസമായപ്പോൾ പകുതി തുറന്നു വന്നു. 3ാമത് ഇപ്പം നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നു
വന്നു കഴിഞ്ഞാൽ വിചാരിക്കേണ്ട, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. 1-2 ദിവസം അവർ കണ്ണടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ മാറുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസമായി. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ചിലർ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരുമായിട്ട് ഒരുപാട് പേര് കാണും. അത് പറഞ്ഞാലും ചിലർ ചെയ്യത്തില്ല, പറഞ്ഞില്ലെങ്കിലും ചെയ്യത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആര് ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും നമ്മൾ എല്ലാവരോടും സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമ്മുടെ കുഞ്ഞു കിറ്റൻ്റെയും അതുപോലെ നമ്മുടെ മദർ ക്യാറ്റിൻ്റെയും വക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു. പിറവിക്ക് ശേഷമുള്ളോരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള യാത്ര. ഞാനെന്തു നേടി മണ്ണിൽ, നീ എന്തു നേടി മണ്ണിൽ, ഞാൻ എന്തു നേടി